ചാപ്റ്റർ 2 എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാപ്റ്റർ 2 അതിൽ എക്സ്പ്ലനേഷനും അർത്ഥവും ഭാവാർത്ഥവുമാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. ഹൈക്കു എന്ന് പറയുന്നത് ഒരു ഹൈക്കു ആണ് ഇവിടെ പറയാൻ പോണത്. സൂഖായ ബാണ്ട സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. അപ്പം എന്താ പറയണേ? സൂക്കായ ബാണ്ട ഉണങ്ങിയതും, അതായത് വരൾച്ചയും, യ ബാണ്ട വെള്ളപ്പൊക്കവും, സാഹബ് കെ ആംഗൻ സമീർ കെ ആംഗൻ അതായത് ധനികൻ്റെ മുറ്റത്ത്, സദാ ഫുഹാർ എല്ലായ്പ്പോഴും ഒരു വെള്ളത്തുള്ളി പോലെയാണെന്ന്. സദാ ഫുഹാർ, ഒരു ഫുഹാർ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളി. അപ്പോൾ ഇസ്ക അർത്ഥ ഭാവാർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ, സാഹബിൻ്റെ ആംഗൻ എല്ലായ്പ്പോഴും വെള്ളത്തുള്ളി ഉണ്ടെന്ന്. യഹാം കിസ് ഹാലത്ത് കി ഓർ ഇഷാര കിയ, ഇവിടെ ഏത് അവസ്ഥയെയാണ് ചൂണ്ടിക്കാണിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. അമീർ ലോഗോം സാഹബ് കെ जीवन में चाहे कितनी भी मुश्किल या कठिनाइयाँ आए, उनके पास हमेशा संसाधन और समर्थन होता है, जो उन्हें इस चुनौतियों का सामना करने में മദത് കർത്ത. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കാം. അമീർ ലോകോം, അമീർ എന്ന് വെച്ചാൽ എന്താണ്? ധനികരായ ജനങ്ങൾ. സാഹബ്, അവരെന്താ പറയുക? സാഹബ് എന്ന് പറയും. കെ ജീവൻ, അവരുടെ ജീവിതത്തിൽ എന്താണ്? ചാഹെ കിത്തനി, എത്രത്തോളം, കിബുഷിക്കൽ ബുദ്ധിമുട്ടുണ്ടായാലും, യാ കഠിനായും ആയി, എത്ര ബുദ്ധിമുട്ട് വന്നാലും, മുഷിക്കലും കഠിനായും ഒന്ന് തന്നെയാണ്. ബുദ്ധിമുട്ട് വന്നാലും, ഉനിക്കെ പാസ്, അവരുടെ അടുത്ത്, ഈ സാഹബിൻ്റെ അടുത്ത്, ഹമേശ സംസ്ഥാപൻ ഔർ സമർത്ഥൻ ഹോത്താ ഹേ, എല്ലായ്പ്പോഴും അവർക്ക് സംസ്ഥാപനവും ഒരു സമർത്ഥനും ആകുന്നു. അതായത് അവർക്ക് അതിലൊരു തരണം ചെയ്യാനായിട്ട് കഴിയുന്നു. ജോ, ഈ സമ്പത്ത് കൊണ്ട്, जो उन्हें इन चुनौतियों का सामना करने में, അവർക്ക് ഈ വെല്ലുവിളികൾ